പറ, സത്യം പറ. ഏത് ടീമാണ് ഫാൻ? അർജന്റീന. 1-3 അങ്ങനെ ഞാൻ അർജന്റീന ഫാനാണ്. എത്ര വർഷം അർജന്റീന ഫാനാണ്? ഞാൻ ജനിച്ചാലും അർജന്റീന ഫാനാണ്. ഓക്കെ, അപ്പൊ 1-3 കളി തീരും. കളി ജയിക്കും, അർജന്റീന ജയിക്കും. 1-3. യെസ്. ഇനി അടുത്ത ആള് വിഷ്ണു ഒരു കടുത്ത അർജന്റീന വിരോധിയല്ല, അർജന്റീന വൻ ഫാനാണ്. ഞാനുമായിട്ട് എന്നും അടികൂടുന്ന ഒരാളാണ് വിഷ്ണു പറ, ഗോൾ നില പറ ആദ്യം. 3-2. 3-2 കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പം 3-2 3 ഗോൾ ആരടിക്കും? മെസ്സി അടിക്കട്ടെ. അപ്പൊ ഗോൾഡൻ ബൂട്ട് റേസിന്റെ അത് വിട്ടിട്ടില്ല, വിടില്ല. എഴുപുന്നുണ്ടോ നമ്മുടെ ആള്? അരുൺ എഴുപുന്ന ഓടരുത്, ആളറിയാം. അതല്ല, എനിക്ക് ഒരു ബന്ധമില്ലാത്ത ഗെയിമാണ്. ഒരു ബന്ധമില്ലാത്ത ഗെയിമാണ്, അങ്ങനെ പറയരുത്. സീരിയസ്ലി എനിക്കൊരു ബന്ധമില്ലാത്ത ഗെയിം. എന്നാലും അർജന്റീന ഓർ സ്പെയിൻ ചേട്ടനൊറ്റയ്ക്കായത് അതാണ് അവിടെ. യെസ്. അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഇവിടെ മൊത്തം അർജന്റീന ഫാൻസ് എന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല, ഇവിടെ സ്പെയിൻ ഫാൻസും ഉണ്ട്. പക്ഷെ ഇത് നമ്മുടെ വിഷ്ണു. നേരത്തെ ഒരു വിഷ്ണുവിനെ കണ്ടു, ഇത് മറ്റൊരു വിഷ്ണു. നാട്ടിൽ മൊത്തം സ്പെയിൻ ഫാൻസ് ആണ്. അക്കാര്യം എന്ന് എന്നോട് പറയാറുണ്ട്. അപ്പൊ അവർക്ക് പ്രത്യേകിച്ചൊരു ഹായ്. പക്ഷേ വിഷ്ണു അർജന്റീന ഫാൻ ആണ് അല്ലേ? കട്ട അർജന്റീനയാണ്. എന്നിട്ട് പറ, ബാക്കി കാര്യങ്ങളോട് പറ. അർജന്റീന കപ്പെടുക്കും. മിശിഹ. അയ്യോ, മിശിഹ കപ്പെടുക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഷിഹാബുണ്ട്. ഷിഹാബ് ഫോണിലാണോ? ഫോണൊക്കെ കട്ട് ചെയ്യും, പിന്നെ വിളിക്കാൻ പറ. ഷിഹാബേ, സ്പെയിൻ കപ്പെടുക്കൂലേ? 2010 ശേഷം നമ്മൾ കപ്പ് കൊണ്ടുപോകും. അപ്പൊ എത്ര ആയിരിക്കും ഒരു ഗോൾ നില? വന്നിട്ട് സ്പെയിൻ 2, അർജന്റീന 0. പൊളിക്കും നമ്മള്. അപ്പം ഒരു ഗെയിമേ ശരിക്കും പറയുന്നത് സ്പെയിൻ മിഡില് കളി നടക്കുന്നത് ഫുള്ള് സ്പെയിന്റെ ഭാഗത്തായിരിക്കും. അപ്പൊ അർജന്റീനക്ക് കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസിന് പറ്റില്ല, അർജന്റീനക്ക് ഗോൾ പിടിക്കാൻ പോലും അത് ഉറപ്പാണ്. അപ്പൊ സ്പെയിന്റെ 2-0 വിന്നാണ് ഷിഹാബ് പ്രൊഡിക്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ പോർച്ചുഗലിന്റെ നമ്മൾ ഇവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും എല്ലാം ഇതിനാണ്. പക്ഷെ വലിയ വിഷമത്തിലാണ്. സ്പെയിനുമായി ഉള്ള പോരാട്ടത്തിൽ പോർച്ചുഗൽ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ അണ്ണനൊക്കെ വീട്ടിൽ എത്തിയോ? അണ്ണൻ ഹാപ്പി അല്ലേ? അപ്പൊ പക്ഷെ ഇന്നത്തെ ഗെയിം അത് നമ്മുടെ ഇവിടെ അല്ലേ, സ്പെയിനിന്റെ ഇവിടെ അല്ലേ? നിങ്ങളെ കൂടെ അല്ല, അർജന്റീനക്കെതിരെയാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ ഒരു പ്രൊഡിക്ഷൻ പറ. ഒരു കൃത്യമായിട്ട് ഫുട്ബോളിന്റെ എല്ലാ മാച്ചസും ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളാണ്. ഇത് നമ്മൾ പുറത്ത് നമ്മുടെ ബിസ്കിലൊക്കെ പോയിട്ട് കളി കാണാറുണ്ട്, നമ്മൾ ഒരുമിച്ചൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ പറ, ഒരു 3-1 അല്ലെങ്കിൽ 2-1 സ്പെയിനാണ്. വീണ്ടും സ്പെയിനിന്റെ ആരാധകർ കണ്ടോ, പ്രൊഡിക്ഷൻ സ്പെയിനിലേക്ക് കൂടുകയാണ് കേട്ടോ. അപ്പോ പറഞ്ഞിടാ, അപ്പൊ എന്താണ് ഇന്നത്തെ ഒരു ഗെയിമിന്റെ ഒരു? ഇന്ന് എന്തായാലും അർജന്റീന 100% അർജന്റീന ജയിക്കും. അതിന്റെ കാരണം എന്താ വെച്ചാല്, ഈ ഷിഹാബ് ഇപ്പൊ നമ്മുടെ എഡിറ്റർ ഷിഹാബ് കഴിഞ്ഞ ആഴ്ച വരെ ബ്രസീലിന്റെ ഫാനായിരുന്നു. അപ്പൊ ബ്രസീലിന്റെ ഫാൻ കുറെ ആൾക്കാർ വിഘടിച്ചു പോയിട്ട് ഇന്നലെ വരെ എംബാപ്പയുടെ കൂടിലായിരുന്നു, ഇന്ന് കുറച്ച് പേര് സ്പെയിന്റെ കൂടിലായി. അത് തന്നെ സ്പെയിൻ തോക്കാറിന്റെ കാരണമാണ്. പിന്നെ അതേപോലെ തന്നെ നല്ലൊരു മാർജിനിൽ താങ്കൾ മാത്രമേ ഉള്ളൂ ആദ്യം കളി തുടങ്ങിയ മാച്ച് തുടങ്ങിയ അന്ന് ഒരു സ്പെയിന്റെ ആളായിട്ട് താങ്കൾ മാത്രമേ. അതുണ്ട്. ഇത് മൊത്തത്തിൽ പറഞ്ഞു നടക്കുന്നതേ ഒരു ഐക്യമുന്നണി, സാമ്പാറിനുണ്ട് കാര്യം അല്ലേ? അർജന്റീന വിരോധികൾ കുറച്ച് പേര്. അതെന്താ ഇവരൊക്കെ കുറച്ച് പക്ഷെ അതെന്താവും അങ്ങനെ എന്നുള്ളൊരു സംശയമുണ്ട്. ഞാൻ ബ്രസീലിന് കൂറുമാറി സ്പെയിനിലോട്ട് എത്തി. സ്പെയിൻ ജയിക്കും ഉറപ്പായിട്ടും. 3-1 12 ആവട്ടെ, അല്ല 2.5 ആവട്ടെ. സ്പെയിൻ ജയിക്കും. ഉറപ്പായിട്ട് സ്പെയിൻ ജയിക്കും. ഫൗളാണെന്ന് കളിക്കളത്തിൽ സംയമനം പാലിക്കണം എന്നാണ്. എന്തായാലും ഇവിടെ സ്പെയിൻ ജയിക്കും. അനുവേ, ആത്മാർത്ഥമായിട്ട് പറയാം. അണ്ണേ, നമ്മള് ഫസ്റ്റ് സ്പെയിൻ ഒരു ഗോൾ അടിക്കും. പക്ഷെ ഹാഫ് കഴിഞ്ഞ മെസ്സിയുടെ വിസ്മയം തീർക്കും മെസ്സി ഗോൾ കൊണ്ട്. അതുറപ്പാണ്. മെസ്സി എന്തായാലും ഒരു 3 ഗോള് ഗോൾഡൻ ബൂട്ട് ഞങ്ങൾക്ക് ഉള്ളതാണ്, ഉറപ്പിക്കാം. പക്ഷെ എംബാപ്പയെ ഒന്നും നടക്കത്തില്ല. കാര്യം മെസ്സി ഇന്ന് മാതൃഭൂമി പത്രത്തിൽ ഇന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. അല്ല, മെസ്സിയുടെ ഒരു ആർട്ടിക്കിള് ഒരു വിദേശ പത്രത്തിൽ വന്ന ആർട്ടിക്കിൾ മാതൃഭൂമി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മെസ്സി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി അവസരങ്ങളുണ്ട്, പക്ഷെ ഞങ്ങൾ ഞങ്ങൾ പൂട്ടിയിരിക്കും, അതിനൊരു ബന്ധമില്ല. അപ്പൊ അതാണ് അനൂപ് പിള്ളൈ കട്ട അർജന്റീന ഫാനാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ വിഷ്ണു ജേഴ്സിയൊക്കെ ഒന്ന് കാണിച്ചേ നോക്കട്ടെ. ചേർന്ന് നിന്ന് കാണിച്ചോട്ടെ. അർജന്റീന വേഴ്സസ് സ്പെയിൻ ആണ്. അപ്പൊ വിഷ്ണു 3-2 പ്രഡിക്ഷൻ. അപ്പൊ ആരൊക്കെ ആയിരിക്കും ഗോൾ സ്കോർ ചെയ്യാം? മെസ്സി 2 ഗോളും 1 അസിസ്റ്റും. അപ്പം ഗോൾഡൻ ബൂട്ടും വേണ്ട ഇതിൽ പോരും.
അതിൽ പോലും അസിസ്റ്റ് ഉണ്ടാവും. അസിസ്റ്റ് ഉണ്ടാവും. പ്രഡിക്ഷൻ ആണ്. പക്ഷെ അത് ഇന്ന് എമാല് സ്കോർ ചെയ്യും. എമാലും സ്കോർ ചെയ്യും. അതിനെ കുറിച്ച് എന്താ, അതായത് മെസ്സി എമാലും നേർക്കുനേർ വരുന്നു എന്ന് മൊത്തത്തിൽ പറയുന്നുണ്ടല്ലോ, എങ്ങനെയായിരിക്കും? ഇന്ന് ടൈറ്റ് കളിയായിരിക്കും. കാരണം ഡിഫൻസും തമ്മിലുള്ളൊരു മത്സരം ഉണ്ടാവും, കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ വിഷ്ണു കുറേ വിഷ്ണുമാരുണ്ട്. അടുത്ത വിഷ്ണു പറ. നമ്മള് സ്പെയിൻ അടിക്കുന്നു. സ്പെയിൻ അടിക്കും, ഉറപ്പ്. ഒരു സ്കോർ പറ. സ്കോർ 2-1. സ്പെയിന് 2, അർജന്റീന 1. ഇവരൊക്കെ ഇന്നലെ വരെ സ്പെയിന് ജയിക്കോ? വൻ തർക്കമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.